ഹലോ, ഇന്ന് നമുക്ക് ഉണക്കച്ചെമ്മീൻ ഒന്ന് വഴട്ടിയെടുക്കാം. ഇവിടെ ഞാൻ മീഡിയം സൈസിലുള്ള ഉണക്കച്ചെമ്മീനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് ഞാൻ ഫ്രീസർ ബാഗിലാക്കി ഫ്രീസറിലാണ് സൂക്ഷിച്ചു വെക്കുന്നത്. ഉണ്ടാക്കുന്ന സമയത്ത് പുറത്തെടുത്തിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അത് അതുപോലെ തന്നെ ഇരിക്കും, അല്ലാതെ അതിൻ്റെ ക്രഞ്ചിനെസ് ഒന്നും പോകത്തില്ല. ഇത് അറിയാവുന്ന ആളുടെ അടുത്തുനിന്ന് പറഞ്ഞ് ചെയ്യിപ്പിച്ചതുകൊണ്ട് ഇവിടെ ഞാൻ ഈ പ്രോൺസ് കഴുകുന്നില്ല. നിങ്ങൾ കടയിൽ നിന്നാണ് മേടിക്കുന്നെങ്കിൽ എന്തായാലും ഒരു 2-3 തവണ വാഷ് ചെയ്യണം. അപ്പം നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ഇതിനെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. ഇപ്പം പാൻ ചൂടായിട്ടുണ്ട്. പ്രോൺസ് ഇടാം. ഇതിനി ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ ഫ്രൈ ചെയ്യണം. എണ്ണയൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഇതിൻ്റെ കളർ മാറി ഒരു ലൈറ്റ് റെഡ് കളറാകും. അതുവരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ കളർ ലൈറ്റായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്കിതൊരു പാത്രത്തിനകത്തോട്ട് മാറ്റാം. അപ്പം നമുക്ക് ഉണക്കച്ചെമ്മീൻ വഴട്ടിയെടുക്കാം. എണ്ണ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാൻ കുറച്ച് കൂടുതൽ എണ്ണ യൂസ് ചെയ്യുന്നുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല ഇതിൽ. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ചെറിയ സവാള, ഉള്ളി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്, നമുക്ക് ആഡ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. തീ മീഡിയത്തിലിടണം. കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്യാം. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഒത്തിരി ബ്രൗൺ കളറൊന്നും ആവേണ്ട കാര്യമില്ല, ജസ്റ്റ് ഒന്ന് വഴണ്ടാൽ മാത്രം മതി. ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ഒന്ന് മുറിച്ചിടാം. ഇപ്പോൾ സവാള ഒരുവിധം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. ഇനി 1 ടീസ്പൂൺ നല്ല മുളക് പൊടി ആഡ് ചെയ്യാം. ഇവിടെ പച്ചമുളകൊന്നും ആഡ് ചെയ്യുന്നില്ല, അതുകൊണ്ട് നല്ല സ്പൈസി ആയിട്ടുള്ള മുളക് പൊടി തന്നെ എടുക്കണം. കാശ്മീരി ചില്ലി പൗഡർ അല്ല യൂസ് ചെയ്യേണ്ടത്. ഇനി കളർ വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. ഒന്ന് ഇളക്കിയിട്ട് തീ ഏറ്റവും കുറവിൽ വെക്കണേ. ഒട്ടും കരിയാൻ പാടില്ല. ഇതിൽ ഞാൻ ജിഞ്ചറോ ഗാർലിക്കോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഇപ്പം മുളക് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് ആഡ് ചെയ്ത് ശരിക്കും ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കാം. തീ ഏറ്റവും കുറവിലിടണേ. ഞാൻ ഇടയ്ക്ക് തുറന്ന് നോക്കിയിട്ട് കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തായിരുന്നു. ഇതിനധികം കുക്കിംഗ് ടൈം ഇല്ലാത്ത ഒരു റെസിപ്പിയാണ്. ഇപ്പം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്ത് കഴിഞ്ഞ് ഈ പാത്രത്തിൽ തന്നെ വെക്കരുത്. ഇത് വേറൊരു പാത്രത്തിനകത്തോട്ട് ട്രാൻസ്ഫർ ചെയ്ത് വെക്കണം, ഇല്ലെങ്കിൽ ചിലപ്പം കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇതുപോലെ ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ കമൻറ്റ് വഴി എന്നെ അറിയിക്കണേ. താങ്ക്